മനസ്സുമെടുത്ത മലയാളി പച്ചയ്ക്ക് പറയുന്നു. സമകാലീന സംഭവങ്ങൾ കണ്ട് മനസ്സുമെടുത്ത ഒരു ശരാശരി മലയാളിയുടെ പച്ചയ്ക്കുള്ള പ്രതികരണമാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. എന്റെ പേര് ചാക്കോച്ചൻ. ഹലോ സാറേ, ഇവർക്കാർക്കും ഒരു പണിയില്ലേ സാറേ? ഈ ചാനലുകാർക്ക് ഇവന്മാരെയൊക്കെ വിളിച്ചിട്ട് ചർച്ചയൊക്കെ ഇവന്മാർക്കൊന്നും ഒരു പണിയില്ല. ഈ ചാനലുകാരന്മാർക്ക് എനിക്കറിയാൻ പറ്റില്ല ചോദിക്കുക. ഒരു പണിയില്ല. ഈ കോമാളിയൊക്കെ വിളിച്ചിരുത്തിങ്ങനെ ഇവന്റെയൊക്കെ നെഞ്ചും കൂട്ടത്തിന് ഇടികട്ട വെച്ചോ അല്ലെ കൂടം വെച്ചോ മരത്തിൽ കിടന്ന് ഇവനെ ആ മുക്കിനെ തൊട്ട് താഴോട്ടങ്ങ് അറിഞ്ഞ് വെളുപ്പിക്കാനുള്ള ഇവനൊക്കെ ചർച്ച എന്താ കാര്യത്തിൽ ഇവനൊക്കെ ചർച്ച കിടന്ന് മൃഗീയമായ ഇത് കാണിച്ചുമ്പോൾ ചർച്ച ചെയ്ത് എന്തിനാ ഇവന് ഈ ചാനലുകാർക്കൊന്നും ഒരു പണിയില്ല ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. അല്ല എനിക്കറിയാൻ മേലെ ചോദിക്കുക. യാതൊരു ഒരു പണിയില്ല. എന്തോ പറയാൻ എന്തിനാ ഇവനൊക്കെ ഈ ചാനൽ വിളിച്ചിട്ട് ചർച്ച ചെയ്ത് ഇതന്നെ വെള്ളരിക്കപ്പെട്ടോ? ഇത് കോമാളി രാജ്യമോ? അല്ല മീൻ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. അല്ല മീൻ പണ്ട് ആഫ്രിക്ക ഭരിച്ച കാര്യം പറഞ്ഞു. എന്തോ പറയാന്, കഷ്ടം തന്നെ. ഒരു പച്ച ചെറുക്കനെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊന്നും വെച്ച് ചർച്ചയ്ക്ക് വിളിച്ചോണ്ട് പോന്നു എടുത്തു. എനിക്കറിയാൻ മേലെ ചോദിക്കും, ഒരു പണിയില്ലേ ഉമ്മാർക്ക്? ആ കൊച്ചനെ എറണാകുളം വരെ വീട്ടിൽ പോകാൻ വന്ന കൊച്ചനെ അതിനെ തിരിച്ച് വിളിച്ചു വരുന്നു. എന്നിട്ട് ഈ 130 പിള്ളേർ ഒരെണ്ണം പോലും തന്തയ്ക്ക് പറഞ്ഞു തോന്നിയില്ലായിരുന്നു ഒന്ന് പ്രതികരിക്കാൻ. ഏതായാലും ഈ 5-6 പേരിലെ അല്ലെ കൊല്ലട്ടെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഈ 130 എണ്ണം നോക്കി നിൽക്കുക ചെയ്ത് ആ ചെറുക്കനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. ഇവന്മാരെയൊക്കെ മൃഗത്തിനുണ്ടല്ലോ ഈ കടുവായുടെയും പുലിയുടെയും സിംഹത്തിന്റെ ഇടയ്ക്ക് മാന്റെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് അതുങ്ങൾ ആ കൊച്ചു കുഞ്ഞിന്റെ ആ മനസാക്ഷി അതുപോലും കാണിക്കുന്നുണ്ട്. ഇത് അതുപോലും ഇല്ലാത്ത മൃഗങ്ങള്. ഇതെന്തോ കേരളമാണോ? പിന്നെ ഇതെന്തോ ഇത് ആരും ഇല്ലായിരുന്നെങ്കിൽ അല്ലേ സഹായം വല്ലോ ഇതിനെ മൊത്തത്തിൽ എന്തോ കേരളമോ ഇത്? ഇതാണോ കേരളം? ആരാ ഇതിനെ സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞു അവന്റെ തലയടിച്ച് പൊട്ടിക്കണ്ടേ സാക്ഷരത? ഇതുപോലെ മൃഗീയമായ ജനമുള്ള ഒരു രാജ്യം വേറെ ഉണ്ടോ? അല്ലെ സ്റ്റേറ്റ് വേറെ ഉണ്ടോ? ഇത്ര കോമാളിത്തരം കാണിക്കുന്നത് ഇതെന്തോന്ന്? അല്ല ഈ ഞാൻ ചോദിക്കുന്നതല്ല, ഈ മോദി ഗവൺമെന്റ് തന്നെ അമ്മാവൻ ചെത്താലും എനിക്ക് അമ്മായിയുടെ ദുഃഖം. ആകെപ്പാടെ കോൺഗ്രസ് ഇവിടെ ഒന്നുമില്ല. ഇനി ഇവിടുത്തെ ജനങ്ങളെ ഒന്നൂലും വരുത്തി വെച്ച് മോദി വരാനിരിക്കുകയെന്ന് രണ്ടും കണക്കാ. ഒന്ന് അല്ല പിന്നെ പറയണ്ടേ, പിന്നെ എങ്ങനെ നല്ല പറയണം. എന്നിട്ട് എല്ലാത്തിനെയും കൊന്നു തിന്നിട്ട് അയക്ക് തന്നെ ഇവിടെ മരുഭൂമിയാക്കിയിട്ട് ഇവിടെ കുറച്ച് MP-മാരെ ഉണ്ടാക്കി വെക്കാനാണ്. എന്താ ഇതിൽ കൂടുതലൊക്കെ ഒരു തെളിവും കാര്യങ്ങളും ഒക്കെ എന്തോന്ന് കിട്ടാനാ? ഇതിന്റെ ലക്ഷത്തിലൊന്നും കൊണിച്ചും സാധാരണക്കാരനുണ്ടായിരുന്ന അവനെ എല്ലാം പിടിച്ചകത്താക്കി ഉന്മൂലം വരുത്തേ കോൺഗ്രസ്സുകാർ വരുന്നത്. ഇയാളിപ്പോ കുറെ കാലമായില്ലേ കോൺഗ്രസ് എല്ലാം നശിച്ചു ഉന്മൂലമായില്ലേ? എന്നിട്ട് ഇവിടുത്തെ ഈ ജനങ്ങളെ ഇട്ട് ഈ തേജോവധം ചെയ്യുന്നത് കണ്ടിട്ട് ഈക്ക് കണ്ണു തുറന്ന് കാണാൻ മേലായി കാണുന്നില്ലേ? എന്നിട്ട് ഇന്നലെ 4000-5000 കോടി കൂടെ അനുവദിച്ചു കൊടുത്തില്ലേ? എന്താ ഇത്? പിന്നെ സംസാരിക്കാൻ ഒത്തിരി സംസാരിക്കാണ്ട് ദേഷ്യം കൊണ്ട് ഇപ്പൊ ബോംബ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അയക്ക് എതിരായിട്ട് തിരിച്ചുകൊണ്ടല്ലേ, അല്ലാതെ അയാൾ സത്യസന്ധതയൊന്നും പറയാനൊക്കത്തില്ല. ഞാനോർത്തായാലും കുറച്ച് നേരെ ചൊവ്വയായിരിക്കും. ബോംബ് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഒന്നും നടക്കുന്നില്ലല്ലോ. സാബു ജേക്കബ് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ പേരിൽ ആരോപണം വന്നെങ്കിലല്ലേ ബോംബ് പൊട്ടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഓർത്ത് അത് നല്ല പാർട്ടിയാണ്. അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം ഇവിടെ ആർക്കും ഒന്നും ഒരു സുരക്ഷിതത്വം ഇല്ല. പണ്ടത്തെ മഹാരാജാക്കന്മാരുടെ ഭരണം എത്രയോ നല്ലതായിരുന്നു. ഇതെന്തുവാ ഇത്? ഇതിപ്പം ഗൾഫ് നാടുകളിൽ നിന്ന് കുറെ പണം ഇവിടെ വരുന്നതോട് കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ കണ്ട് ഇവിടെ എന്തോ അരാജകത്വം ഇവിടെ. ദൈവത്തിന്റെ സ്വന്തം നാട്, അത് പറഞ്ഞവനെ ആദ്യം അടിക്കണം. ദൈവത്തിന്റെ മക്കളാന്നേ അതിനപ്പുറം ചൂഷണം ചെയ്യുന്നു. കാരണം ഈ ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ സ്വന്തം മക്കളെന്ന് പറയുന്ന കുപ്പായം തൊഴിലാളി ഇതൊക്കെ കണ്ടുപടുത്ത് ഞാനും ഒരു സമുദായത്തിന്റെ സെക്രട്ടറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ത് പറയാമെന്ന് പറയും. ഇതെന്തുവാ ഇത്? ഇതിന് മറുപടി പറയാനില്ല സാർ. സത്യത്തിൽ ജീവൻ പോയാലും വേണ്ടിയില്ല. രാസായുധം ഉണ്ടായതങ്ങ് മേല് തൊട്ട് താഴോട്ട് ഒറ്റ അടിച്ചങ്ങ് ഇവനെയൊക്കെ അങ്ങ് ഭൂമിയിൽ അങ്ങ് മാറ്റിയിട്ടങ്ങ് ജീവൻ പോയാൽ വേണ്ടിയായിരുന്നു. കഷ്ടം. ഒരു പച്ച ചെറുക്കനെ എറണാകുളം വരെ വന്നു. അതിന്റെ ഒരു ഒറ്റ കൂട്ടുകാരും അവനൊരു ഇൻഫർമേഷൻ കൊടുക്കണം. അത് ഇവരെല്ലെന്ന് പോലും പറയാൻ ഒരുത്തം പോലും ഇല്ലായിരുന്നു. അത്ര ഹൃദയകാഠിന്യം വന്നു ഈ പിള്ളേർക്കൊക്കെ. മനസ്സാക്ഷി എന്ന് പറയുന്ന വഴിയെ പോയിട്ടില്ലയോ? ഇവരെയൊന്നും മനുഷ്യന്റെ കുഞ്ഞുങ്ങളല്ലയോ? മൃഗത്തിനെ നമ്മൾ തല്ലിക്കൊന്നാലും അതിന്റെ ആശ്വാസികാവസ്ഥ കാണുമ്പോൾ നമ്മൾ പറയും വേണ്ട അതിന്റെ വിട്ടേക്ക പോക്കോട്ടെന്ന് കാര്യം. ഇത് അതുപോലും ഇല്ലാത്ത കാട്ടുമൃഗങ്ങൾക്ക് പറഞ്ഞ കുഞ്ഞുങ്ങളായിരുന്നു ഇത്. ഈ 130 പേരെ അല്ല 130 പേര് ഇവരെ എന്തോ ഹൃദയമാണോ ഇതൊക്കെ? എന്നിട്ട് ഈ ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് ഈ ചാനൽ വന്നിട്ട് ന്യായീകരണം പറയുമ്പോഴാണ് ഇതിലൊക്കെ ദേഷ്യം വരുന്നത്.
എന്തിനാ ഈ ചാനലുകാരിങ്ങനെ ന്യായീകരണത്തിന് മനുഷ്യനെ വെറും കോമാളി എന്ന് പറഞ്ഞാൽ വെറും കോമാളികളാക്കി എന്തോ പറയാനാ സാറേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.